പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന എന്റെ ഈ കക്ഷി കുറ്റം സമ്മതിച്ചതിനാൽ അദ്ദേഹം അല്ല കുറ്റം ചെയ്തത് എന്ന് സമർത്ഥിക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതിലൊരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിൽക്കുന്ന എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? ഇത് ബോധിപ്പിക്കുന്നതിനായി രണ്ടുപേരെ വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. You may proceed. Thank you, Your Honor. രവീന്ദ്രൻ അല്ലേ? എന്ത് ചെയ്യുന്നു? സിവിൽ പോലീസ് ഓഫീസർ. എവിടെ? സിറ്റി സെന്റർ സോൺ. Your Honor, the witness is a police officer. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? പരിചയമില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? നമ്മുടെ സിറ്റി സർക്കിൾ തന്നെ. Can you please explain? ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങുന്ന വഴിയാണ്. അന്ന് യൂണിഫോമിലല്ല, MG റോഡ് ജംഗ്ഷനിൽ ഇത്തിരി മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കാണുന്നത്. അപ്പോൾ എത്ര മണിയായി കാണും? അന്നേരം ഒരു രാത്രി 12:30 ആയിട്ടുണ്ടോ? രാത്രി 12:30. അപ്പോൾ അവരെവിടെയെങ്കിലും പോയിട്ട് വന്നതായിരിക്കും. രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അവരെ വീട്ടിൽ കൊണ്ടുവിട്ടോ? അങ്ങനെ ചെയ്യായിരുന്നു, തനിച്ചായിരുന്നെങ്കിൽ. തനിച്ചല്ലായിരുന്നോ? അല്ല സർ, കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു കൂടെ. പറയൂ. പിന്നെ സർ, നടു റോട്ടിൽ വെച്ച് കെട്ടിപ്പുണർന്ന് ഉമ്മ വെക്കുന്ന സാർ കണ്ടത്. നടു റോഡിലോ? അതെ, ഒന്നല്ല, ഒരു 3-4 ചെറുപ്പക്കാർ കൂടി ഉണ്ടായിരുന്നു. യുവർ ഓണർ, പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. മിസ്റ്റർ ജബ്ബാർ, നിങ്ങളുടെ സുഹൃത്ത് രവീന്ദ്രൻ പറഞ്ഞതിനോട് പൂർണ്ണമായും നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഏതോ പാർട്ടി കഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നു. മദ്യത്തിന്റെ ലഹരിയിലാണ് അവർ ഞങ്ങളോട്. ഈ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് അത് നിങ്ങൾ വല്ല കേസ് രജിസ്റ്റർ ചെയ്തോ? ഇല്ല സാർ. ഒന്നാമത് അന്ന് ഞങ്ങൾ ഡ്യൂട്ടിയിലല്ലായിരുന്നു. പിന്നെ പിള്ളേരല്ലേ സാറേ. അപ്പോൾ പിള്ളേരാണ് യുവർ ഓണർ, പുതിയ തലമുറയിലെ പിള്ളേർ. പാതിരാത്രിക്ക് മദ്യപിച്ച് സദാചാര പരിസര ബോധമില്ലാതെ നടു റോഡിൽ ചുംബിക്കുന്ന യൗവനത്തിന്റെ പേരാണ് ന്യൂ ജനറേഷൻ. താങ്ക് യു മിസ്റ്റർ ജബ്ബാർ, യു മേ പ്ലീസ് ലീവ്. യുവർ ഓണർ, ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച സുപ്രധാനമായ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാവുന്നത്. എന്റെ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് പരിചയപ്പെടുത്താനായി ഞാൻ അങ്ങയുടെ അനുവാദം ചോദിക്കുകയാണ്. താങ്ക് യു യുവർ ഓണർ. ആസ് പെർ ദ റെക്കോർഡ്സ്, കൊല്ലപ്പെട്ട പെൺകുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ചത് കോ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരു കോൺവെന്റിലാണ്. തുടർന്ന് +1 +2 ഒരു ഗേൾസ് ഹൈസ്കൂളിൽ. അച്ഛനോ അടുത്ത ബന്ധുക്കളോ ഇല്ലാത്ത തന്റെ ജീവിതത്തിൽ അന്നേ വരെ ഒരു ആൺകുട്ടിയുമായിട്ട് ഒരു ക്ലാസ് മുറിയിൽ പോലും സഹവസിക്കാത്തൊരു പെൺകുട്ടിക്ക് ആണെന്ന വർഗത്തിനോട് തോന്നാവുന്ന കൗതുകം തികച്ചും സ്വാഭാവികം. എന്നിട്ട് അവൾ കോളേജിൽ ജോയിൻ ചെയ്ത കൊല്ലം മറ്റു ബ്രാഞ്ചസിൽ സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുവിൽ ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുകയും അതും അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് സ്വാഭാവികം. പക്ഷേ അതേ ആൺകുട്ടികളുമായി അർദ്ധരാത്രി അസമയത്ത് നടുറോട്ടിൽ മാറി മാറി പരസ്പരം ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതിലെ അസ്വാഭാവികത എനിക്കെന്നല്ല, ഈ കോടതിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും മനസ്സിലാവില്ല. ഇത് തെളിയിക്കുവാനായി ഒരാളെ വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ഫോറൻസിക് സർജൻ ഡോക്ടർ പ്രസാദ്. PW6 ഡോക്ടർ പ്രസാദ്. താങ്കൾ സമർപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി അല്ലേ? യെസ് യുവർ ഓണർ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്റെ ട്രംപ് കാർഡ്. റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ യാദൃച്ഛികമല്ലാതെ കണ്ടില്ല എന്ന് നടിച്ച പേജ് നമ്പർ 9 and which says that within the last 2 months this girl has undergone an abortion. റെക്കോർഡ്സ് പ്രകാരം വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ പെൺകുട്ടി കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അബോർഷൻ ചെയ്തതായിട്ട് ഈ റിപ്പോർട്ട് പറയുന്നു. Am I right, Dr. Prasad? Yes. As per our examination, at 4 months the fetus was aborted and we could confirm that it was a surgical abortion. So my lord, may I repeat my same question one last time? എന്റെ ഈ കക്ഷിയാണോ കുറ്റക്കാരൻ, അതോ എന്റെ കക്ഷി മാത്രമാണോ കുറ്റക്കാരൻ? കാരണം എന്റെ ഈ കക്ഷിയുടെ മുൻകാല റെക്കോർഡ്സ് പ്രകാരം ഒരു പെറ്റി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല, ഒരു പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല. ഇവിടെ മദ്യത്തിന്റെ ലഹരി എന്തെങ്കിലും അറിയാതെ ചെയ്തതാവാം. പക്ഷേ എന്റെ കക്ഷിക്ക് മുമ്പൊരിക്കലും മറ്റു ഒരു പെൺകുട്ടികളോടും തോന്നാത്തൊരു വികാരം
ഈ പെൺകുട്ടിയോട് മാത്രം എങ്ങനെ തോന്നി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. She was at the wrong place at the wrong time with the wrong emotions. ആയതിനാൽ എന്റെ കക്ഷിക്ക് നിയമത്തിന്റെ ഇളവുകൾ നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. That's all, Your Honor. ആ ബാലു, ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. റവന്യൂ മിനിസ്റ്റർ രാജിവെച്ചു. ഞങ്ങളതിന്റെ തിരക്കിലാണേ. നിങ്ങളുടെ ഇതിപ്പോ പ്രതിയെ കിട്ടിയല്ലോ. ഇനിയിപ്പോ പക്ഷേ ആ ട്രാക്ക് സെക്ഷനിലേക്ക് ബാലു, ഞാൻ തിരിച്ചു വിളിക്കാവേ. പിന്നെ നീ അവർ പറയണ കേട്ടു. ചേട്ടൻ സംഭവം അവളില്ലേ ആ റേപ്പേസിലെ പെണ്ണ് സംഭവം കേസിട്ടായിരുന്നു. ആ പിള്ളേരൊക്കെ വെച്ചോണ്ടിരിക്കണായിരുന്നു അതിനെ. പട്ടി എടാ ബാലു, ആരെന്നെ കാണാൻ വന്നിട്ടുണ്ട്. ബാലു അല്ലേ? അതെ. ആരാ? ഞാൻ ആരാ, എന്തിനാ? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഒന്നിനു പോലും ഞാൻ ഉത്തരം തരില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടാവരുത്. സംശയിക്കണ്ട, ബാലുവിന് എന്നെ അറിയില്ല. നമ്മുടെ ഈ സംസാരത്തിന് ശേഷവും അതങ്ങനെ തന്നെയായിരിക്കും. ആയിരിക്കണം. അവളെ കൊന്നത് അവനല്ല. നമുക്കിടയിൽ ചോദ്യങ്ങളില്ല ബാലു. അതുകൊണ്ട് തന്നെ ഉത്തരങ്ങളും ഞാൻ കണ്ടതാ. ഇന്ന് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന അവൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇന്നിവിടെ വന്നത്. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല. എന്നെ തേടി വരരുത്. വന്നാലും അവര് പറഞ്ഞാൽ വല്ല സത്യം ഉണ്ടാവണം ബാലു. അവരെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. സോറി. ഹലോ, ആ ശബ്ദം ഞാൻ ലാസ്റ്റ് കോൾ ഡീറ്റെയിൽസ് കണ്ട് വിളിച്ചതാ. അതെനിക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവര് പറഞ്ഞ ശരിയാണെങ്കിൽ അതിലൊരുത്തൻ ഒരു വിദ്യാർത്ഥിയും. അവനെ എനിക്ക്